ഒരാളുടെ യാത്ര എന്ന് പറയാം. ഒരു 3 കാലഘട്ടം വരുന്ന ഒരു 60 വർഷത്തോളം വരുന്ന ഒരാളുടെ യാത്ര തുടങ്ങി അയാളുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയിലെത്തി അതിനടുത്ത തലമുറയിലോട്ട് പോകും. കുടുംബത്തിന്റെ കഥയിലൂടെയാണ് സിനിമ പോകുന്നത്. അയാളുടെ തീർച്ചയായിട്ടും പ്രണയം പരാജയപ്പെടുമ്പോഴും ഇതന്നെ പറയാം. അടക്കട മാർക്കറ്റ് പോയ തേങ്ങ വരും, തേങ്ങ പോയ ചക്ക വരും, നീ എന്നിട്ടടാ എന്നില്ല എല്ലാവരും പുള്ളി ആ ആറ്റിറ്റ്യൂഡുള്ള ഒരു കക്ഷിയാണ്. ഇത് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അവഗണിക്കപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് സിനിമ ഉണ്ടാക്കുകയും അപ്പം അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ IFFK-ക്കൊക്കെ സ്ത്രീകളുടെ സിനിമകൾ ഇഷ്ടം പോലെ വന്നു. പക്ഷെ ഫസ്റ്റ് ആനന്ദത്തിലാണ് നല്ലൊരു വലിയ വേഷം ചെയ്തത്. ബ്രേക്ക് എന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഹ്യൂമറും ഉണ്ട്. അതിനുശേഷം നമ്മൾ ഭയങ്കര ആഗ്രഹത്തോട് ചെയ്ത ഒരു സിനിമയാണ് തൃശ്ശൂർ പേരു ക്ലിപ്തം. എൻ്റെ ബാക്കി തന്നെ ഒന്ന് സിനിമയാണ്. പക്ഷേ ആ പടം നമ്മൾ വിചാരിച്ച അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. മലയാള സിനിമ നോക്കി പഠിക്കൂ. മലയാള സിനിമയുടെ ഓരോ പടങ്ങളും OTT-ൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പുളകം കൊള്ളുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മലയാളത്തിൽ എന്താ ഇത് വെബ് സീരീസ് എടുക്കാൻ എത്രയോ മിടുക്കന്മാരായ സംവിധായകരുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ പാതാളലോക് സീസൺ 2 ഒക്കെ മറ്റേ ഒരു റേഞ്ച് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത്രയും നോർത്ത് ഈസ്റ്റിൽ പെട്ട ദിവസം ഷൂട്ട് ചെയ്യുന്ന ചെറിയ കാര്യമാണോ? പിന്നെ മാത്രമല്ല അതിന് ഉപയോഗിച്ചിരുന്ന ക്രൗഡ് കാര്യങ്ങൾ. അപ്പോൾ അതേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി ചെയ്യാൻ പറ്റും. സെന്തിൽ, ഇർഷാദ്, റോണി ഡേവിഡ് 3 പേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. 3 പേരും ഒന്നിച്ച് വരുന്ന പുതിയ സിനിമ അരികെ എന്ന് പറഞ്ഞ സിനിമയാണ്. അരികിൻ്റെ ഫസ്റ്റ് ലുക്ക് ഈ മാസം തുടക്കം റിലീസ് ചെയ്യേണ്ടതുണ്ട്. ടീസർ കഴിഞ്ഞ ദിവസം ടീസർ, അതും വലിയ പിടി തരാത്തൊരു ഒളിപ്പിച്ചൊരു ടീസറായിരുന്നു. എന്താണ് ശരിക്കും ഒരു പീരിയഡ് സെറ്റിംഗ് ഉള്ള കൂടെ നരേറ്റീവ് വരുന്നൊരു സിനിമയാണ് അരികെ എന്നറിയാം. കൂടുതൽ എന്താ അരികിനെ പറ്റി? ഞങ്ങൾ ആദ്യം പറഞ്ഞാല് ഞങ്ങൾ 3 പേരാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും. 3 പേരും ഒന്നിച്ച് ഇർഷാദിനോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സെന്തിലിന്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ്. കൂടെ ഞാൻ ആദ്യമായിട്ട് അല്ലേ? രണ്ടുപേരും ആദ്യമായിട്ടാണ്. ഞാൻ ഇവരുടെ 2 പേരുടെ കൂടെ ഒന്നുമില്ല, അതങ്ങനെ ബോധപൂർവം കട്ട് ചെയ്ത് തന്നെയാണെന്നാണ് ഞാൻ ഡയറക്ടറായിട്ട് സംസാരിച്ചത്. അതൊരു നമുക്ക് ട്രെയിലർ വരുന്നുണ്ട്, 20-ാം തീയതി ട്രെയിലർ വരുന്നു. റിലീസിന് മുമ്പായിട്ട് ട്രെയിലർ വരും. അപ്പോൾ അതിലൊന്നും കൂടി ക്ലാരിറ്റിയോടുകൂടി ഉള്ള ഒരു നമ്മളിതൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന പേരിലാണ് ഇത്. സ്റ്റോറി സിനിമ അല്ല, സ്റ്റോറിയാണ്. ഇന്ത്യയിൽ എവിടെയും ഇപ്പോഴും പറയാവുന്ന ഒരു ഗൗരവമുള്ള വിഷയം ദുരൂഹതകളൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ എല്ലാത്തരം പ്രേക്ഷകർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഇഷ്ടമാവുന്ന രീതിയിൽ, അത്യാവശ്യം ഇപ്പോൾ റോണിയുടെ ഒക്കെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹ്യൂമറൊക്കെ വർക്കായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കോമഡിക്ക് വേണ്ടി കോമഡി പറയുന്നതല്ല, അതല്ലാതെ തന്നെ ഒരു വളരെ രസകരമായിട്ടുള്ള ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടി അതിൽ നിന്ന് അയാൾ സംസാരിക്കുന്ന മുഴുവൻ ഹ്യൂമറായിട്ട് മാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വലിയ വിഷയം, വളരെ ഗൗരവമുള്ള വിഷയം ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. വൈവിധ്യങ്ങളെ സ്വീകരിക്കുന്ന മലയാളികൾക്ക് ഇതും ഈ സിനിമയും സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോണിച്ചേട്ടൻ്റെ കഥാപാത്രം പറഞ്ഞു ഹ്യൂമറാണെന്ന്. ഇർഷാദിയുടെ കഥാപാത്രം എങ്ങനെ? എൻ്റെ എന്നെ പോലെ തന്നെ ഭയങ്കര ഗൗരവമാണ്. അതിൽ ഹ്യൂമർ ഇല്ല അല്ലേ? ഹ്യൂമർ ഇല്ല. അയാളൊരു ശങ്കരൻ എന്നാണ് എൻ്റെ കഥാപാത്രം. എൻ്റെ അച്ഛനാണ് സെന്തിലെ. അച്ഛനാണ് ഞാൻ മകനാണ്. കൗതുകമാണ്. അതിൻ്റെ ഒരു കൗതുകം. എന്തുകൊണ്ട് അങ്ങനെ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സിനിമ കണ്ടാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ തിരിച്ചാണ് റിവീൽ ചെയ്യുന്ന, അത് സിനിമ കാണുമ്പോൾ മാത്രം റിവീൽ ചെയ്യേണ്ട ഒന്നാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു കാസ്റ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള. ഇയാളൊരു കർഷക തൊഴിലാളിയായൊരു അച്ഛൻ്റെ മകൻ, പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് അയാൾ പാരൽ കോളേജിൽ അധ്യാപകനായിരുന്നു. പിന്നെ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തൻ്റെ കരിയറിൽ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത, കുറച്ച് ഒതുങ്ങി കൂടി ജീവിക്കുന്ന, പല കാരണങ്ങൾ കൊണ്ടും അയാളൊരു ഇൻഫീരിയർ കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ അങ്ങനെ തമാശകളൊന്നുമില്ല. പക്ഷേ അയാളുടെ ജീവിതത്തിൽ പ്രണയങ്ങളൊക്കെ ഉണ്ട്. 1-2 പ്രണയങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നൊക്കെ. അങ്ങനെയാണ് ശങ്കരനെ ഗ്രാഫ് പോകുന്ന ക്യാരക്ടർ. ഇവിടെ എങ്ങനെയാണ് ക്യാരക്ടർ? ഈ ഹ്യൂമറിൽ വരുന്ന ആകെയുള്ളൊരു ക്യാരക്ടർ ചിലപ്പോൾ റോണിച്ചേട്ടൻ്റെ ഭയങ്കര സരസനായുള്ളൊരു വ്യക്തിയാണ്. ഡിക്രൂസ്. ഇപ്പോൾ കുന്നംകുളത്തുകാരൻ ഡിക്രൂസ്. പഴഞ്ഞി, കുന്നംകുളത്തിനടുത്ത് പഴഞ്ഞി ഭാഗത്തുള്ള ഒരു കച്ചവടക്കാരനാണ്. കമ്പോള നിലവാരമൊക്കെ നോക്കി
അന്നത്തെ മൂഡ് ഓണും മൂഡ് ഓഫൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ കാലത്ത് നമ്മൾ ഇന്ത്യൻ റേഡിയോയിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ വരുന്ന കമ്പോള നിലവാരം വെച്ചിട്ട് അടയ്ക്ക എത്ര തേങ്ങ എത്ര എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ വെച്ച് അടയ്ക്കയുടെ കമ്പോള നിലവാരം ഒന്ന് കുറവാണെന്നുണ്ടെങ്കിൽ അടയ്ക്കൊക്കെ മാറ്റിയിട്ട് ഒന്ന് ബാക്കിയുള്ള സാധനം ഉണക്കിക്കോ ബാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് ആഴ്ച അവസാനം നോക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ പ്രണയം പരാജയപ്പെടുമ്പോഴും ഇതന്നെ പറയാം, അടക്കട മാർക്കറ്റ് പോയ തേങ്ങ വരും, തേങ്ങ പോയ ചക്ക വരും, നീ കിട്ടടാ എന്നില്ല എല്ലാവരും അങ്ങനത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു കക്ഷിയാണ്. തൃശ്ശൂര് പിള്ളണ്ട് ശങ്കരന്റെ സന്തത സഹചാരിയാണ്. ചെറുപ്പം മുതലേ ഇവർ ഒരുമിച്ചുള്ള ഇതാണ്, എല്ലാ അബദ്ധത്തിലും കൊണ്ട് ചാടിക്കുകയും. എന്നാ ചെറുപ്പം മുതലേ ഭയങ്കര കുസൃതിയാണ്. ഭയങ്കര കുസൃതിയാണ്. അതെ, അതായത് ഇവർ രണ്ടുപേരും കൂടെ ഒരു കുളത്തിൽ പോയിട്ട്, ഞാൻ കുളത്തിന്റെ അപ്പുറത്തെ കരയിൽ നിൽക്കുമ്പോൾ ഇങ്ങേ കരയിൽ നിന്നിട്ട് ശങ്കരന്റെ അച്ഛനെ മുഖത്ത് നോക്കി മൂത്രം ഒഴിക്കുന്ന, വെള്ളത്തിലേക്ക് അങ്ങനത്തെ ക്യാരക്ടറാണ്. അപ്പൊ ഊഹിക്കാലോ എങ്ങനത്തെ ആളാണ്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ബാക്കി പിന്നെ കുറെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്. രണ്ടെണ്ണം അടിച്ചിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ക്രിസ്തുവിന്റെ ജനനം എങ്ങനെയാണ് പരിപാടി, ഇപ്പൊ പണ്ട് ഇങ്ങനെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. നമ്മളെ ക്രിസ്തുവിനെ നിങ്ങള് കാശ്മീരിൽ കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പുള്ളി എഴുതുന്ന അല്ലെങ്കിൽ പുള്ളി വർക്ക് ചെയ്യുന്ന എന്താ പറയുക പത്രാധിപരെ കുറിച്ച് തെറി പറയുകയും അതുപോലെ തന്നെ നീ അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്ന. എന്റെ ക്യാരക്ടറിന് ചെയിൻ സ്മോക്കറാണ്. അപ്പൊ എനിക്ക് വേണ്ട ബീഡിയൊക്കെ കൊണ്ടുതരുന്ന അങ്ങനെ സ്നേഹമൊക്കെ ഉള്ള ആളാണ്. അതെ അതെ. നമ്മൾ ഈ പറഞ്ഞ പോലെ പത്മരാജന്റെ അന്ന് ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ തൃശ്ശൂർ നിലയത്തിൽ പത്മരാജനായിരുന്നു. അപ്പോൾ അങ്ങാടി നിലവാരം വായിച്ചിരുന്നതും പത്മരാജനായിരുന്നു. അപ്പോൾ ഈ പുള്ളി അടയ്ക്ക പഴഞ്ഞി മാർക്കറ്റിൽ പൊളിച്ചത് ഇത്ര, പൊളിക്കാത്ത അടയ്ക്കയ്ക്ക് കിൻഡലിന് ഇത്ര, കേച്ചേരി മാർക്കറ്റിൽ ഇത്ര എന്നൊക്കെ വായിച്ചിരുന്ന പറഞ്ഞു. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഒരു ഡയലോഗുണ്ട്, കമ്പോള നിലവാരം കേട്ടൊരു പ്രണയാതുരനായ ഒരു മനുഷ്യനെ ഞാൻ ആദ്യം. ഇതാണ് ഇയാളല്ലേ, ഇതിനകത്ത് രസമുള്ള പരിപാടിയാണ്. ഇവിടെ കൂട്ടത്തിൽ സീരിയസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഇപ്പൊ ടീച്ചറിലും കുറെ തീപ്പന്തമായിട്ട് പോകുന്നതും അങ്ങനത്തെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. സീരിയസ് ആണ്. ഒരു സരസൻ ആണെങ്കിൽ അങ്ങനെയും പറയാം. അതായത് ഒരു കോരൻ നമുക്കിടയിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ട് ഉണ്ടാവാം. കോരൻ എല്ലായിടത്തും ഉള്ള ഒരു പ്രതിനിധാനം ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്യാരക്ടറുകളിൽ ഒന്നാണ്. 3 ജനറേഷനിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണ്. ഒരുപാട് ഇമോഷൻസ് അതിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. 3 കാലഘട്ടമുണ്ട്, ചെറുപ്പമുണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, വൃദ്ധനായിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇർഷാദൊക്കെയായിട്ടാണ് കൂടുതൽ സീൻസ് കോമ്പിനേഷൻ. അപ്പോൾ ഭയങ്കര രസമാണ് ഞങ്ങളുടെ ഒരു കെമിസ്ട്രി. ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് സീനുകൾ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കഞ്ഞി കുടിക്കുന്ന ഒരു സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് ഇച്ചിരി കോമഡി ആയിട്ടൊക്കെയാണ് പുള്ളി ഓരോ ഇതിലും എടുക്കുന്നത്. ഇപ്പോൾ ഇർഷാദൊക്കെ അതിനകത്ത് പത്രത്തിൽ ജോലി കിട്ടിയെന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായത് പത്രത്തിലെ ജോലിയാണ്. അപ്പോൾ ഞാൻ പറയും അത് നല്ല ജോലിയല്ലേ, രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേക്കണമെന്നേ ഉള്ളൂ, പക്ഷെ ഒരു 8-9 ആകുമ്പോൾ പത്രം ഇട്ട് കഴിഞ്ഞ് വരാമല്ലോ. അങ്ങനെയൊക്കെ കളിയാക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഞങ്ങൾ ഭയങ്കര ആസ്വദിച്ച് ഇർഷാദൊക്കെ നേരത്തെ പല ഇന്റർവ്യൂവിലും പറഞ്ഞ നമ്മൾ വളരെ കൊതിയോടെ ചെയ്ത ക്യാരക്ടേഴ്സാണ്. മറ്റൊന്ന് ഇതിൻ്റെ പ്രൊജക്ട് ഡിസൈൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ KSFDCയുടെ പ്രൊജക്റ്റ് ആയിട്ടാണല്ലോ വരുന്നത്. ഇപ്പോൾ KSFDCയുടെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ IFFKയിലൊക്കെ മലയാളം സിനിമ കാറ്റഗറിയിൽ ഏറ്റവും അധികം വനിതാ ഫിലിം മേക്കേഴ്സ് വന്നൊരു വർഷമായിരുന്നു. വനിതാ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകൾ വന്നൊരു വർഷമായിരുന്നു കഴിഞ്ഞ IFFK. ഇതുപോലെ ഇങ്ങനൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതും ഇപ്പോൾ KSFDCയുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ നിന്ന് മാറി നമുക്ക് കമേഴ്ഷ്യലായിട്ട് തന്നെ ഇതിനെ അവതരിപ്പിക്കാം, കമേഴ്ഷ്യലായിട്ടൊരു വലിയ രീതിയിൽ തന്നെ തിയേറ്റർ റിലീസ് ചെയ്യാം എന്നൊക്കെ ഒരു മാതൃക കൂടെ കാട്ടിവെക്കുന്നുണ്ടല്ലോ അരികെ എന്ന് പറഞ്ഞാൽ. ഒരു ഓർഗനൈസേഷനായിട്ടുള്ളൊരു കൊളാബറേഷൻ, അങ്ങനെ ഒരു സന്തോഷം കൂടെ ഉണ്ടോ ഈ സിനിമയിൽ? അതൊരു വലിയ KSFDC അത് ചെയ്യുന്നൊരു വലിയ കാര്യമായിട്ടാണ്. സ്ത്രീകൾക്കും അതുപോലെ തന്നെ ദളിതമായിട്ടുള്ള ആളുകൾക്ക് സിനിമ കൊടുക്കുക എന്നതാണ്. ബഡ്ജറ്റ് ലിമിറ്റഡ് ആണ് അതിന്. അതും ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിട്ടാണ് ഇങ്ങനൊരു സിനിമ സംഭവിക്കുന്നത് തന്നെ. KSFDC ഒരു സ്ക്രിപ്റ്റ് പാസ്സാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് അത്രമേൽ അതിനൊരു സ്ക്രീനിങ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. അവർ അത് വായിച്ച് അവരെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായെങ്കിൽ അത് തിരുത്തി, അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നൊരു ആ രീതിയാണത്. പക്ഷേ നമ്മുടെ വെച്ചാൽ ഇത്രയും ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1.5 കോടി രൂപയ്ക്ക് ഈ സിനിമ തീർക്കണമായിരുന്നു എല്ലാ അർത്ഥത്തിലും. പക്ഷേ ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് വളരെ രസകരമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. നമ്മുടെ സെറ്റിൽ കരോൺ വരെ ഉണ്ടായിരുന്നു.
ആലോചിക്കാൻ പോലും പറ്റില്ല. 1.5 കോടി രൂപയ്ക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ എന്നുവെച്ചാൽ നമ്മുടെ സിനിമയ്ക്കാണ് അതിൻ്റെ മുഴുവൻ പൈസയും ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ പ്രതിഫലം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാന്യമായ പ്രതിഫലം അല്ലാതെ ഒരു ആർഭാടം കാണിക്കുക, അല്ലെങ്കിൽ സെറ്റിൽ വേറെ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി എത്ര പൈസ ചിലവാക്കും. അപ്പോൾ KCF ടീച്ചറുടെ ഭാഗത്ത് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്, സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അവഗണിക്കപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് സിനിമ ഉണ്ടാക്കുകയും, അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ IFFKക്കൊക്കെ സ്ത്രീകളുടെ സിനിമകൾ ഇഷ്ടം പോലെ വന്നു, അതിന് സ്റ്റേറ്റ് അവാർഡുകളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഹ്യൂമറിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഈ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഹ്യൂമർ ചെയ്യാൻ അറിയുക, മീൻസ് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണല്ലോ. അഡ്വാൻറ്റേജ് അല്ല, അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ പലപ്പോഴും ലീഡ് ക്യാരക്ടർ ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം പറ്റും. ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആളുകളെക്കാട്ടും ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സിനിമ എടുക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു എക്സാമ്പിൾ പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമയിൽ പമൽ ഡേവിസ് എന്ന് പറഞ്ഞ കഥാപാത്രം ലീഡ് ക്യാരക്ടറിനെക്കാട്ടിലും ശ്രദ്ധ, അല്ലെങ്കിൽ അതിനെപ്പറ്റി റൈറ്റപ്സും ഡിസ്കഷൻസും ഒക്കെ ഓണാക്കുന്ന രീതിയിൽ ലീഡ് ക്യാരക്ടറിനെക്കാട്ടിലും ചിലപ്പോൾ ശ്രദ്ധ ചിലപ്പോൾ ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടർ റോൾസിന് കിട്ടുമായിരുന്നു. ഹ്യൂമർ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണോ, ഭയങ്കര അനായാസം? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ഹ്യൂമർ. അത് പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു കാരണം സ്ക്വാഡിലങ്ങ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ അതിൻ്റെ പുറകെയായിരുന്നു. അതിൻ്റെ എഴുത്ത്, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, അതിൻ്റെ ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ, അപ്പോൾ ഇങ്ങനെ കുറേ. പിന്നെ എനിക്ക് നല്ല മീറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ആനന്ദത്തിലാണ് നല്ലൊരു വലിയ വേഷം ചെയ്തത്. ഒരു ബ്രേക്ക് ബ്രേക്ക് എന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഹ്യൂമറും ഉണ്ട്. അതിനുശേഷം നമ്മൾ ഭയങ്കര ആഗ്രഹത്തോട് ചെയ്ത ഒരു സിനിമയാണ് തൃശ്ശൂർ പേരു ക്ലിപ്തം. എൻ്റെ ബാക്കി തന്നെ ഒന്ന് സിനിമയാണ്. പക്ഷേ ആ പടം നമ്മൾ വിചാരിച്ച അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. നല്ല ഹ്യൂമറുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരുടെയും. ഇർഷാദൊക്കെ ആയിക്കോട്ടെ, എൻ്റെ ആയിക്കോട്ടെ, മറ്റേ ചമ്പഞ്ചേട്ടൻ്റെ, ആസിഫിൻ്റെ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്. ആസിഫ് ഇന്ന് ഒരു പക്ഷേ പടം ഇറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ കുറച്ചും കൂടി ഒരു മാറ്റം വന്നേനെ. കാരണം ആസിഫിൻ്റെ താരമൂല്യം ഭയങ്കരമായിട്ട് കൂടി. ഇന്നിപ്പോൾ ഗിരിജാവല്ലഭൻ എന്നുള്ള ക്യാരക്ടർ ആസിഫ് ഇന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടി ആസിഫ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് പരിപാടി ചെയ്യുന്നത് ഇന്ന് പറഞ്ഞാൽ. കാരണം ഒരു പെണ്ണിൻ്റെ മുറിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പ്രോസ്റ്റിറ്റ്യൂഷൻ ജീവിതമാർഗമാക്കിയ ഒരു പെണ്ണിൻ്റെ മുറിയിൽ ചെന്നിട്ട് പേടിച്ചോടുന്ന, കട്ടിലിന് ചുറ്റും പേടിച്ചോടുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ഇൻട്രഡക്ഷനോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പുള്ളിയുടെ ക്യാരക്ടർ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ ഇന്ന് ഭയങ്കരമായിട്ട് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടന്നെ. അന്ന് അതിനകത്ത് നമുക്ക് നല്ല ഹ്യൂമർ ബേസ്ഡ് ക്യാരക്ടറാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ചില പരീക്ഷണം നടത്തുന്നുണ്ട്, ചിലത് വിജയിക്കുന്നില്ല. അങ്കരായത്തെ ജിമ്മ എന്നുള്ള പടം ഞാനും രൂപേഷ് സുധാമനോട് ചെയ്താണ്, പക്ഷേ ആ പടം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അപ്പോൾ ഈ ശ്രദ്ധിക്കപ്പെടാത്ത പടങ്ങളിലൊക്കെ പെർഫോമൻസ് ജനങ്ങളോട് എത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചെയ്തൊരു പടമാണ് പഴഞ്ഞ പ്രണയം. അതിനകത്ത് സിറ്റുവേഷണൽ ഹ്യൂമറുള്ളൂ, നമ്മളായിട്ട് ഹ്യൂമർ ചെയ്യുന്നില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ബേസിക്കലി ഭയങ്കര കുറച്ച് ലൗഡാണെന്ന് ചോദിച്ചാൽ ലൗഡാണ്, അതേ സമയത്ത് സട്ടിലുമാണ്. അങ്ങനത്തെ ഭയങ്കര പല ലേയേഴ്സുള്ള ക്യാരക്ടറാണ്. പിന്നെ ഈ ശങ്കരൻ എന്നുള്ള ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ ചിരിച്ചു തള്ളി എന്നാൽ ഇയാൾക്ക് ഭയങ്കരമായിട്ടൊരു ഊർജ്ജം നൽകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ വെറുതെ വന്നിട്ട് കുറേ തമാശ പറഞ്ഞു പോകുന്നതിനേക്കാളുപരി ഞാനൊരു ക്യാരക്ടർ ആർക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയ ക്യാരക്ടറാണ്. പിന്നെ എന്തിനേക്കാളുപരി ഇപ്പോൾ ഇതിൻ്റെ പല കാസ്റ്റിങ്ങുകളിലും ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇർഷാദക്ക. അപ്പോൾ ഇർഷാദക്ക ഈ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിച്ച് ഇർഷാദക്ക അതിന് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഇതിനിപ്പോൾ കുന്നംകുളത്ത് ജനിച്ച് വളർന്നുള്ള ഒരാളാണ് എൻ്റെ മനസ്സിൽ വരുന്നുള്ളത്, അതായത് റോണിയാണ്. അല്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ സനോജിനോട് പറഞ്ഞു, എനിക്ക് ഞാൻ ഒരാളെ കാസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു, കാസ്റ്റ് ചെയ്യണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്താൽ മതി, കാസ്റ്റ് ഞങ്ങൾ ചെയ്താണോ? അന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ രണ്ടുപേരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഒന്ന് എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന ധന്യനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ധന്യനെ ഇതും. പക്ഷെ ഇതെന്ന് വെച്ചാൽ വേറൊരാളെ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ. ഡിക്രൂസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ വായിച്ചപ്പോൾ ഇത് റോണി തന്നെയാണിത്. റോണിന്റെ കുറെ സാധനങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. റോണി വെറുതെ വന്നിങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ മതി, അത് കറക്റ്റ് ഡിക്രൂസ് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ പറയാം. അത് സനോജിനെ മനസ്സിലാവുകയും സനോജ് പോയി അവർ സംസാരിച്ചിട്ടൊക്കെ ഫിക്സ് ചെയ്തതാണ്. ഈ 2025 എന്ന കൊല്ലത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ 30 വർഷവും കൂടെ തേക്കാണല്ലോ. 30 വർഷം എന്ന് പറഞ്ഞത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. 30 വർഷത്തിൽ ടെലിവിഷൻ
രംഗത്തുണ്ട്, സിനിമയിലുണ്ട്, ക്യാരക്ടർ റോൾസ് ഉണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. ഞാൻ 10ാം വയസ്സിൽ അഭിനയം തുടങ്ങിയായിരുന്നു. തുടങ്ങിയ ഹ്യൂമർ ഉണ്ട്. 10ാം വയസ്സിൽ തുടങ്ങിയ യാത്രയെ നോക്കുമ്പോ അല്ല ഈ ഞാൻ ചോദിക്കുന്നത് ഈ ജേർണി നോക്കുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേഴ്സണലി തോന്നുമ്പോൾ അന്നേ വരെ മുൻമാതകളൊക്കെ പൊളിച്ചെഴുതിയ സിനിമകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലേണിംഗ് തന്ന സിനിമകൾ എന്നൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഏതായിരിക്കും? സിനിമകളുടെ ലിസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഏതായിരിക്കും ഒരു 1-2 സിനിമകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ബാലൻ വിഗതകുമാരൻ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അല്ല ഞാനങ്ങനെ ഇപ്പോൾ നമ്മളെവിടെ പോകുമ്പോഴും ആളുകൾക്കിടയിൽ പറയുന്ന ഒരു സിനിമയുണ്ട്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ പോകുമ്പോൾ. ഇന്നലെ കൂടി ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു ഫംഗ്ഷനിലൊരു കുറച്ചധികം ലേഡീസുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ പോയത്. കോൺവെക്കേഷൻ ഇതിന് പോയിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ കുറച്ചകത്തിയേ നിർത്തുള്ളൂ. പാടമൊന്നൊരു വിലാപത്തിലെ റസാഖ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് അവർക്കൊക്കെ ഭയം, ഒരു തരത്തിൽ ഭയമുണ്ട്, പക്ഷേ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പം അടയാളപ്പെടുത്താവുന്ന കുറച്ച് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ ഇന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമറും, ഇപ്പോൾ പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഹ്യൂമർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വെള്ളത്തിൽ, ഓപ്പറേഷൻ ജാവ, തണ്ണീർമത്തന്തിനങ്ങൾ എന്ന് പറയുന്ന സിനിമ, ഓപ്പറേഷൻ ജാവൊക്കെ എൻ്റെ ലൈഫിൽ വേറെ, ഇപ്പോൾ ദൃശ്യത്തിലെ പോലീസ് ഓഫീസർ, അങ്ങനെ എണ്ണി പറയാൻ കുറേ ഉണ്ട്. അത് തികച്ചും പേഴ്സണലാണ്. കാരണം അതൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ അന്നത്തെ കാലത്ത് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. ഇന്ന് സാധ്യതകൾ ഒരുപാടാണ്. സാമൂഹ്യ മാധ്യമം വന്നുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയുള്ള ആളുകൾ കാസ്റ്റിംഗ് കോളൊക്കെ വരുന്നു. എത്രയും കമ്മ്യൂണിക്കേഷനും ഭയങ്കര സാധ്യതകൾ. നമ്മൾ അന്നൊരു സംവിധായകനെ കാണാൻ നമ്മൾ എത്രയോ ദൂരം യാത്ര ചെയ്ത് പോയി കണ്ട്, അല്ലെങ്കിൽ പിന്നെ കുറേ കാലം ഷൊർണൂരും ചെറുതുരുത്തിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സഞ്ചരിക്കുക, ഇങ്ങനെ കുറേ ഞാൻ തന്നെ പറയാറ് നടന്നാവുക എന്നുള്ളതാണ്. ഒരുപാട് നടന്നിട്ട് തന്നെയാണ് നമ്മളൊരു ഈ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയ ഉന്നതങ്ങൾ കീഴടക്കിയോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അപ്പുറത്തേക്ക് നമ്മൾ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ നിലനിൽക്കുക അതൊരു വലിയ സമരമാണ് ശരിക്കും പറഞ്ഞാൽ. എൻട്രി ആവാൻ ആർക്കും ചിലപ്പോൾ ഒരു 1-2 സിനിമയിൽ വന്നിട്ട് എത്രയോ പേര് മടങ്ങിപ്പോയ ആളുകളുണ്ട്. സർവൈവൽ എന്ന് പറയുന്നത് അതൊരു വലിയ അഭിമാനമുണ്ട്. കാരണം ജീവിതത്തിലെ ഒരു പകുതി ഭാഗം സിനിമയുടെ കൂടെ, പകുതിയിൽ അതിലും കൂടുതൽ സിനിമയുടെ കൂടെ തന്നെയായിരുന്നു. വലിയ സന്തോഷം തരുന്നുണ്ട്, സന്തോഷവും അഭിമാനമുണ്ട്. കാരണം ഇപ്പോഴും നമ്മളിവിടെ ഉണ്ട്, നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കഞ്ഞുപിടിച്ച് പോകുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട്. ഈ നമ്മൾ ഈ ലാൻഡ്മാർക്ക് ഇപ്പോൾ ജേണി തുടങ്ങിയ മുതൽ ലാൻഡ്മാർക്ക് സിനിമകളിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. അതിലിപ്പോൾ സെന്തിലിൻ്റെ കാര്യം ഇപ്പം നമുക്ക് ആസ് എ വ്യൂവർ നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്ത സിനിമകൾ ഇപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ വൈറസ് എന്ന സിനിമയിലെ ക്യാരക്ടർ, മിനിസ്റ്ററിൻ്റെ ക്യാരക്ടറായാലും, ഇപ്പോൾ കുറ്റവും ശിക്ഷയും എന്നുള്ള സിനിമയിലെ ആ ഒരു സംഘത്തിൻ്റെ ഒരു ആളായിട്ടൊരു ക്യാരക്ടറായാലും, ഇത് രണ്ടിലും ഒരാൾ കോമൺ ആണ്. രാജീവ് രവി എന്ന് പറഞ്ഞൊരു ഒന്നിന് സിനിമാറ്റോഗ്രാഫർ ആയിട്ടുണ്ട്, ഒരു സിനിമയിൽ സംവിധായകനായിട്ടുണ്ട്. ഈ 2 സിനിമകളൊക്കെ ഈ പറയുന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ ജേണി നോക്കുമ്പോൾ ഭയങ്കര ലാൻഡ്മാർക്ക് സ്വഭാവത്തിൽ ആ സ്കൂൾ തരുന്നൊരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു അൺലേണിംഗ് എന്നൊക്കെ രീതിയിൽ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. സിനിമ ചെയ്യുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് രാജീവ് രവി സാറിൻ്റെയൊക്കെ പടങ്ങളിലൊക്കെ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് തുറമുഖം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഈ കുറ്റവും ശിക്ഷയിലും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സനോജേട്ടൻ, ഇതിൻ്റെ ഡയറക്ടർ സനോജേട്ടൻ ആ ലൊക്കേഷനിൽ വന്നിരുന്നു. അപ്പോൾ ഈ കഥ പറയാനല്ല, അദ്ദേഹം ഈ ലൊക്കേഷനിൽ വന്നിട്ട് കുറ്റവും ശിക്ഷയുടെ അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് എങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞ രാജേഷ് ഏട്ടൻ ആയിട്ട് അദ്ദേഹം ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അന്ന് എന്നെ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് പരിചയപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് വന്ന സമയത്ത് പുള്ളി ഈ രാജേഷ് ഏട്ടനാണ് സനോജേട്ടനോട് പറയുന്നത് സെന്തിൽ ഈ കഥാപാത്രത്തിന് ആപ്റ്റായിരിക്കും തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് എന്നിലേക്ക് ഈ ക്യാരക്ടർ എത്തുന്നത്. അപ്പോൾ കുറ്റവും ശിക്ഷയും ഈ അരികിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ രണ്ട് കഥാപാത്രം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കുറ്റവും ശിക്ഷയത്തെയും വൈറസിലെയും കഥാപാത്രം പറയുകയാണെങ്കിൽ, ഈ കഥാപാത്രം, ഈ ടീം, രാജീവ് രവി എന്ന സംവിധായകനൊക്കെ അതും പേഴ്സണലി ഭയങ്കര
ഭയങ്കര ഫേവറേറ്റ് ആയി നിൽക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന സിനിമ ഹീറോ ആയിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആൾക്കാർ നോക്കുന്ന ഞാൻ അടുത്ത് എങ്ങനെയായിരിക്കും ഇത് ഏത് റോളിലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് വൈറസ് ആയിരുന്നു. വൈറസിൽ കുറച്ച് നരയൊക്കെ ഇട്ട് ഒരു TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചൊരു എൻ്റെ കരിയറിലത് നല്ലൊരു തുടക്കമായിരുന്നു. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. അത് കഴിഞ്ഞ് അത് കണ്ടിട്ടാണ് കുറ്റവും ശിക്ഷയിലും അതുപോലെ തുറമുഖത്തിൽ അങ്ങനെ പിന്നെ കോമഡി ക്യാരക്ടറുകൾ ഞാൻ വെച്ച് സാധാരണ ഞാൻ മിമിക്രിക്കാരനാണല്ലോ, മിമിക്രിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ സാധാരണ കുറേ കോമഡി ക്യാരക്ടർ ചെയ്തിട്ടാണ് ഒരാൾക്ക് ക്യാരക്ടറിൽ ആയിട്ടുള്ള അങ്ങനെ ക്യാരക്ടറുകൾ കിട്ടുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യമേ ഒരു ഹെവി ക്യാരക്ടർ വന്നു നായകനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതെല്ലാം സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഞാൻ കോമഡി ക്യാരക്ടറുകൾ കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഇടിമഴ കാറ്റെന്ന് പറഞ്ഞൊരു സിനിമ 21-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരു ഹ്യൂമർ ടച്ചുള്ള ഒരു ക്യാരക്ടറാണ്, പോലീസാണ്. പക്ഷേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പോലീസുകളിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പോലീസാണ്. അത് ഈ ഡിസ്ലെക്സിയ പോലെയുള്ള ഒരു രോഗമുള്ളൊരു അപകർഷതാബോധമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പോലീസ് ക്യാരക്ടറാണ്. ഈ പറഞ്ഞ അരികിലേക്ക് വരുമ്പോൾ ഈ ക്യാരക്ടറും ഭയങ്കര ഈ ഇമോഷണൽ ബാഗേജ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഭയങ്കര ട്രേറ്റ്സ് ഏത് രീതിയിലുള്ള ട്രേറ്റ്സ് ആയിരിക്കും? എനിക്ക് ഈ ക്യാരക്ടറെ സംബന്ധിച്ച് എനിക്ക് സിനിമ വേറൊരു വിഷയം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ക്യാരക്ടറിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കുറേ ഒരാളിൻ്റെ ജീവിതം എനിക്കിങ്ങനെ ഫുൾ നോക്കി കാണാൻ പറ്റി. നോക്കി കാണില്ല, എനിക്കത് ഞാൻ ഉള്ളുകൊണ്ട് അറിഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എൻ്റെ 26 വയസ്സ് തുടങ്ങി 55 വയസ്സ്, ഒരു 75-80 അങ്ങനെ 3 കാലഘട്ടമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓർഡറിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഓരോ ഏജ് കഴിയുമ്പോഴും ഞാൻ ആ വ്യക്തി അനുഭവിക്കുന്ന പോലെയുള്ള ഇമോഷണൽ സംഭവങ്ങൾ ഞാനും ഇങ്ങനെ അനുഭവിച്ച് അതിൻ്റെ ഒരു അവസാനമൊക്കെ എത്തുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഭാര്യയൊക്കെ നേരത്തെ മരിക്കുന്നുണ്ട്. നമ്മുടെ ഒക്കെ ലൈഫിൽ ഒരാളിൻ്റെ ലൈഫിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നേരത്തെ പോവാം നമ്മളെ വിട്ട്. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവോ ഭർത്താവിന് ഭാര്യയോ അങ്ങനെ അവരൊക്കെ കൂടെ ഉള്ളവർ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാരും പോയി കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇയാൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു ഡിപ്രഷൻ. നമ്മുടെ ഫീലിങ്സ് ആരോടും പറയാൻ പറ്റില്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോഴത്തെ ഈ വയസ്സായ ആൾക്കാർ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ ക്യാരക്ടറിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അതൊക്കെ അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഈ കോരൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേഴ്സണലി ഫേവറേറ്റ്. അത് പിന്നെ അത് മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ കാണുന്ന ഒരു സാമൂഹിക പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അയാൾ വിചാരിക്കും അത് മാറും എന്ന് വിചാരിക്കും. പക്ഷേ അയാൾ ഈ പ്രസന്റിൽ നിൽക്കുമ്പോൾ അയാളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ പുള്ളി ഓൾറെഡി ഇതൊക്കെ അനുഭവിച്ചതാണല്ലോ, പുള്ളി അവർക്ക് ഒരു ധൈര്യം പകർന്നു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. ചേട്ടാ, നമ്മളിപ്പോൾ കാണുമ്പോൾ എപ്പോഴും നമുക്ക് ചോദിക്കാനും സംസാരിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹം കണ്ണൂർ സ്ക്വാഡിനെ പറ്റിയുള്ള കാര്യങ്ങളും പറയാനും കൂടുതൽ ഇപ്പോൾ പേഴ്സണലി നോക്കുകയാണെങ്കിലും പ്രൊഫഷണലി നോക്കുകയാണെങ്കിലും അത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി നിൽക്കുന്ന ഒരു സിനിമയാവുന്നുണ്ട്. ബ്രദർ ആയിട്ടൊരു അസോസിയേഷൻ വരുന്നുണ്ട്. ആ വർഷത്തെ ഏറ്റവും വലിയ ടോപ്പ് ഗ്രോസർ ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയാം. ഇപ്പം നിങ്ങളുടെ റൈറ്റിംഗ് എന്നുള്ള രീതിയിലും കൂടെ അത് സ്പെഷ്യൽ ആവുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ കോറൈറ്റ് ചെയ്താൽ പോലും ബ്രദറായിട്ടുള്ള അസോസിയേഷൻ റൈറ്റിങ്ങിൽ ഇനി കാണുന്നൊരു മനസ്സിൽ നിൽക്കുന്നൊരു ഇനിയുള്ളൊരു പ്ലാൻ എങ്ങനെയായിരിക്കും? തൽക്കാലത്തേക്ക് ഇപ്പോൾ വേറെ പരിപാടികളൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ അതിൻ്റെ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിനിമയിൽ നമുക്ക് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഹൈ തന്നിട്ടുള്ളത് ടിക്കറി പോർഷനാണ്. ഇപ്പോൾ ടിക്കറി പോർഷൻ്റെ ഇപ്പോൾ നമ്മൾ അവിടെ അകത്ത് ആ റൂമിൽ പെട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് അത് ആ കമ്പി പിടിച്ച് പൊട്ടിച്ച് പുറത്തിറങ്ങി തിരിച്ച് വണ്ടിയിൽ വന്ന് തിരിച്ച് പാൻ ബൈനെ എടുത്തു പോകുന്ന സീക്വൻസിലാണ് ആ പോർഷൻ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പോർഷൻ ഫുള്ള് ഇപ്പോൾ സ്വപ്നി സുന്ദർ മാസ്റ്ററാണ് എൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിൽ നമ്മൾ അവിടെ നിന്ന് ഈ തിരിച്ച് ജീപ്പ് വരുന്ന ആ പരിപാടി ഫുൾ ചെയ്തിരിക്കുന്ന റോബിയാണ്. അതാണ് തിയേറ്ററിലെ ഏറ്റവും ഹൈ പോയിന്റ്. ഏകദേശം ഒരു 12 മിനിറ്റ് അടുപ്പിച്ച് 12 മുതൽ 14 മിനിറ്റാണ് എൻട്രി ചെയ്ത് പവനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് പുറത്തിറങ്ങി അവിടെ കിടക്കുന്ന അപ്പാപ്പൻ അവിടെ നിന്ന് എണീറ്റ് വെടിവെക്കുന്ന മുതൽ എന്നുവെച്ചാൽ പുള്ളിക്കാരനല്ല, ഫോർ എക്സാമ്പിൾ മറ്റേ പുള്ളിക്കാരത്തി പവൻ്റെ വൈഫ്. അപ്പോൾ ആ പോഷൻ എഴുതിയിരിക്കുന്നത് റോബിയാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പല ഡ്രാഫ്റ്റുകൾ പലപ്പോഴായിട്ട് എഴുതി ഓരോ സീനുകൾ നമ്മൾ ഇപ്പോൾ റോബി, ഞാൻ, എൻ്റെ സിനിമാറ്റോഗ്രാഫർ രാഹുൽ, സ്ക്രിപ്റ്റ് അസോസിയേറ്റ് VT ആദർശ് ഉണ്ടായിരുന്നു, എൻ്റെ കോറേറ്ററായ ഷാഫി. അപ്പോൾ ഇനി നമ്മൾ അങ്ങനൊരു ഇരുന്ന് കഴിഞ്ഞാൽ
അഭിനയത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് മാറി നിൽക്കേണ്ടി വരും. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മാത്രം മുമ്പോട്ട് പോകേണ്ടി വരും. സമയം ഒരുപാട് സമയം ഒരുപാട് അതിൻ്റെ അതിനേക്കാൾ പേസ് കൂട്ടി എഴുതാനുള്ള കഴിവ് എനിക്കില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പല സിനിമകളിലും പല സിനിമാ സെറ്റുകളിലും പലപ്പോഴായിട്ട് പോയി ഒരു പ്രൊജക്റ്റും പല ആൾക്കാരുടെ അടുത്ത് ചെന്ന കഥ പറഞ്ഞ് അങ്ങനെ എന്നെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി വന്നതാണ് എൻ്റെ കോറേറ്റർ. ആ ഷോർട്ട് ഫിലിം പുള്ളി പറഞ്ഞൊരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൻ്റെ കഥയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ പലപ്പോഴായിട്ട് കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടറിൻ്റെ കഥ എടുക്കാനാണ് മൂപ്പർ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അവിടെ നിന്ന് പുള്ളിക്കൊരു പ്രൊജക്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു 1 ലൈൻ്റെ ബേസിലാണ് ഞാൻ പുള്ളിയെ CV സാരഥി ചേട്ടൻ്റെ അടുത്തോട്ട് അയക്കുന്നത്. അപ്പോൾ എന്തോ ദൈവനിയോഗം പോലെ സാരഥി ചേട്ടനാണ് മനോരമയുടെ വാർഷിക പതിപ്പ്, കണ്ണൂർ സ്കോട്ടിലെ ആൾക്കാരെക്കുറിച്ച് ഉള്ള ഒരു വാർഷിക പതിപ്പ്, TN പ്രതാപനാണെന്നെ ഓർമ്മ, അദ്ദേഹം എഴുതിയൊരു വാർഷിക പതിപ്പ് പുള്ളിക്ക് എന്ന് വെച്ചാൽ എൻ്റെ കോറേറ്റർ പറഞ്ഞിട്ടുള്ള കഥ പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തില്ല. ഷാഫി പറഞ്ഞ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തില്ല. അതിനോടനുബന്ധപ്പെട്ട് പുള്ളി എൻ്റെ അടുത്ത് കുറിച്ച് നിരസപ്പെട്ടു. ഞാൻ റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ഞാൻ അവൻ്റെ ഒരു സംഭവം കൊടുത്തയച്ചിട്ടുണ്ട്, 14 പേജ് അടങ്ങുന്നതാണ്. പക്ഷേ ഞാൻ ഈ വാർഷിക പതിപ്പിൽ ഇത് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് അതിനകത്തൊരു കമേഴ്ഷ്യൽ ഐറ്റം എൻ്റെ തലയിൽ പോയില്ല. അപ്പോൾ അങ്ങനെ പുള്ളിയാണ് ഇതിൻ്റെ ഒരു ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പ്ലാൻ ചെയ്ത് തരണം. പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിനുള്ള യാതൊരു തോതിലുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പേയും തരില്ല, നിങ്ങളായിട്ട് തന്നെ ഇവരെ പോയി കണ്ട് സംസാരിക്കുക പരിപാടിയൊക്കെ ചെയ്യണം. അങ്ങനെ ഞാനാണ് ഇവരെ അപ്രോച്ച് ചെയ്തിട്ട് അവർ പെർമിഷൻ തന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അത് തന്നെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ അവർ സമ്മതിപ്പിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് ബേബി സാറിനെയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. കുറച്ച് കാലതാമസം എടുത്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഈ കോവിഡിൻ്റെ തുടക്കമായിട്ടില്ല, 2019 മധ്യത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ 2020 കോവിഡ് മാർച്ച് മാസം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സൂം മീറ്റിങ്സിലായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 5-6 മണിക്കൂർ ഇതിൻ്റെ പല സയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സൂം മീറ്റിങ്ങിനോട്ട് നമ്മൾ കയറി കഴിഞ്ഞു. അതിൻ്റെ എക്സ്റ്റൻഡഡ് വേർഷൻ ചുരുക്കിയിട്ടാണ് നമ്മളിപ്പോൾ 2 മണിക്കൂർ 42 മിനിറ്റ് അടങ്ങുന്ന സിനിമ കാണുന്നത്. അതിൻ്റെ വലിയൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രമുഖ നടൻ്റെ അടുത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഹാഫ് വർക്കായില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞ കറക്റ്റായിരുന്നു. അതൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു നമ്മൾ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറ്റവും ശിക്ഷയും ഒരു പക്ഷേ വലിയൊരു വിജയമായിരുന്നെങ്കിൽ കണ്ണൂർ സ്കോഡ് തട്ടേ പോലും കയറില്ല. കുറ്റവും ശിക്ഷയും നമ്മുടെ പടവും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമിലറാണ്. പക്ഷേ നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ അതൊരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പോകുന്ന ഒരു പരിപാടി മാത്രമായിട്ട് മാറി. അതിന് ഒരു ഇമോഷണൽ ഹുക്ക് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഉള്ള കേസിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതൊരു ജ്വല്ലറിയിൽ നിന്നൊരു പോകുന്ന പരിപാടി എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും രാജീവേട്ടൻ വ്യക്തമായിട്ടിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിക്കവറി പോകുന്നത് എങ്ങനെയാണ് ഒരു ടീമിനെ അങ്ങോട്ട് വിടുന്നത്, ആ ടീമിൽ ആരാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, ആരൊക്കെയാണ് എൻ്റെ സബ്. ഈവൺ ഇപ്പോൾ അതിനകത്ത് ഒരു ബെഡ്റൂം സീനിൽ പോലും കൃത്യമായിട്ട് ഒരു പാറാവാൻ നിൽക്കുന്ന ഒരു പോലീസുകാരൻ പോകുമ്പോൾ തന്നെ അടുത്ത പാറാവാൻ നിൽക്കുന്ന പോലീസുകാരൻ അവിടെ കറക്റ്റായിട്ട് ഉറങ്ങി എണീക്കും. അപ്പോൾ എല്ലാം വളരെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിലിംഗ് നമ്മൾ ഉൾപ്പെടുത്തി ഇനി അടുത്തൊരു സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് അത്രയും സമയം കളയാൻ എനിക്കില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ അത്രയും വൃത്തിക്കാം എന്ന് വെച്ചാൽ റോബിയും ഈ പോലെ തന്നെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. റോബി ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് തൃപ്തി വരുന്നില്ല. അപ്പോൾ പുള്ളിയും കൂടി അതിനകത്തിരുന്ന് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടി റോബിക്ക് ലാൻഡ് ആവുന്നില്ല. കഴിവുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ട് പുള്ളിക്ക് ലാൻഡ് ആവുന്നില്ല. ഇപ്പോൾ പുള്ളിയുടെ ഇപ്പോൾ സിനിമ ഇറങ്ങുകയാണ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, പുള്ളി ക്യാമറ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഒരു സിനിമ ഇറങ്ങിയാണ്. അപ്പോൾ അത് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പരിപാടി മനസ്സിലൊരു പരിപാടിയും ഉണ്ട്. അതിനിപ്പോൾ അത് എങ്ങനെയാണത് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. മെല്ലെ അതിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങി വെക്കണം ഞാൻ നിൽക്കുന്നു. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് രണ്ടുപേരും ടെലിവിഷനിൽ കൂടെ പെർഫോം ചെയ്ത ഈ 30 വർഷത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ടെലിവിഷൻ്റെ കാര്യം പറയുന്നുണ്ട്. റോണി ചേട്ടൻ ഇപ്പോൾ ഷോർട്ട് ഫിലിം കൂടെ സിനിമയിൽ വന്നതിന് ശേഷവും കൂടെ ഷോർട്ട് ഫിലിമിലേക്ക് പോകുന്നുണ്ടല്ലോ. ഓപ്പൺ യുവർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം. ഓപ്പൺ യുവർ മൈൻഡിനേക്കാൾ ഉപരി ഞാൻ ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ അടുത്ത കാലത്ത് നന്നായി ചെയ്തിരിക്കുന്നത് നൈറ്റ് സലൂൺ ഉണ്ട്. നൈറ്റ് സലൂൺ ആണ് ഭയങ്കരമായിട്ട് തുടക്കകാലത്ത് ഈ ഓപ്പൺ യുവർ മൈൻഡ് ഭയങ്കര വൈഡ്ലി അക്ലൈംഡ് ആയിട്ട് ഷോർട്ട് ഫിലിം ആയിരുന്നു. വിഷ്ണുജി രാഘവ് ഭാഷയുടെ ഒക്കെ സംവിധായകന്റെ അല്ലേ ആദ്യം? അല്ല, ഓപ്പൺ യുവർ മൈൻഡ് വിഷ്ണുവിന്റെ അല്ല, അത് വേറൊരാളുടെ ആണ്. വിഷ്ണുവിന്റെ കറക്റ്റ് ഓപ്പൺ യുവർ മൈൻഡ് കറക്റ്റ് തന്നെ ഭാവന അഭിനയിച്ചത്. കറക്റ്റ് സായി ചേട്ടനൊക്കെ ഉള്ളത്. ബിഗ് സ്ക്രീനിലുള്ളവർ വീണ്ടും ഷോർട്ട് ഫിലിമിലേക്ക് വരുമ്പോൾ ഒരു മടി ചിലപ്പോൾ കാണിക്കാവുന്നൊരു സംഗതിയാണ്. അല്ല അത് എന്താ കാര്യം ചിലപ്പോൾ നമ്മുടെ അടുത്ത് പലരും സംസാരിക്കുമ്പോൾ ചോദിക്കാറ് ഇതിൻ്റെ കഥയ്ക്ക് നമ്മൾ ആവശ്യമാണോ എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും യൂട്യൂബിലോട്ട് പോകുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് പൈസ തരുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്, നമ്മൾ സിനിമയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഇപ്പുറത്തെ ഒരു വേർഷനിലോട്ട് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കാം എന്താ നിങ്ങൾ ഇപ്പുറത്തൊന്ന് അഭിനയിച്ച് എന്താ കുഴപ്പം ചോദിക്കാം. വളരെ സിമ്പിളായ ചോദ്യമാണ്.
പക്ഷേ നമുക്കും ഉണ്ടാവല്ലോ ഒരു കരിയർ ഗ്രോത്ത് എന്നുള്ള സാധനം നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അപ്പോൾ അതുപോലെ ഉള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കാമ്പുള്ള കഥാപാത്രവും നല്ല തോതിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോൾ സമാന്തരമായിട്ട് ഇപ്പോൾ ബോളിവുഡിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഹിന്ദി സിനിമ ഇൻഡസ്ട്രി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, അല്ലെങ്കിൽ സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, അതുപോലെ തന്നെ ഇപ്പുറത്ത് വളരെ ഗംഭീര ഒരു ആക്ടേഴ്സിൻ്റെ പടയുണ്ടായിരുന്നു. ഇതാരും ശ്രദ്ധിച്ചില്ല. മനോജ് ബാജ്പേയി, കെ മേനോൻ, പങ്കജ് ത്രിപാഠി, ജയദീപ് അഹ്ലാവത്ത്, നവാസുദ്ദീൻ സിദ്ദിഖി, ഇവർ 5 പേരും OTT പ്ലാറ്റ്ഫോം തഴച്ച് വളർന്നപ്പോൾ അതിൻ്റെ കൂടെ വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയൊരു 5-6 ഇപ്പോൾ സീക്രട്ട് ഗെയിംസ് 1 മുതൽ അന്ന് തുടങ്ങി അതിൻ്റെ വിപ്ലവം. അപ്പോൾ നമ്മൾ പാതാൾ ലോക് സീസൺ 2 എത്തി, ഡൽഹി ക്രൈം. അപ്പോൾ അതേപോലെ ഒരു പരിപാടി ഫോർ എക്സാമ്പിൾ മലയാള സിനിമ നോക്കി പഠിക്കുമോ, മലയാള സിനിമയുടെ ഓരോ പടങ്ങളും OTTയിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പുളകം കൊള്ളുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മലയാളത്തിൽ എന്താ ഇത് വെബ് സീരീസ് എടുക്കാൻ എത്രയോ മിടുക്കന്മാരായ സംവിധായകരുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ പാതാൾ ലോക് സീസൺ 2 ഒക്കെ മറ്റേ ഒരു റേഞ്ച് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത്രയും നോർത്ത് ഈസ്റ്റിൽ പെട്ട എത്ര ദിവസം ഷൂട്ട് ചെയ്യുന്ന ചെറിയ കാര്യമാണോ? പിന്നെ മാത്രമല്ല അതിന് ഉപയോഗിച്ചിരുന്ന ക്രൗഡ് കാര്യങ്ങൾ. അപ്പോൾ അതേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതേ കണ്ണൂർ സ്ക്വാഡ് നമ്മൾ എത്രയോ പോർഷൻ നമ്മളതിനകത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ മാറ്റിക്കളയാൻ കാണിച്ചാൽ സിനിമാറ്റിക്കായിട്ട് അതിൻ്റെ ലെങ്ത് കൂടുന്നുള്ള പേടിയാണ് നമ്മൾ കുറച്ചിരിക്കുന്നത്. നമ്മൾ സ്ക്രിപ്റ്റിലെ എടുത്ത് മാറ്റി. അപ്പോൾ ഇതേപോലെ ഗംഭീരമുള്ള സീരീസ് നമുക്ക് എഴുതാൻ താല്പര്യമുണ്ട്, അത് സംവിധാനം ചെയ്യാൻ നല്ല സംവിധായകർ ഇവിടെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു വെബ് സീരീസിനായിട്ട് ഒരു പ്രൊഡ്യൂസർ വരുന്നില്ല. അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഹിന്ദി നോക്കുമ്പോൾ നമുക്ക് കൊതി വരിക. ഇപ്പോൾ ഡൽഹി ക്രൈമിൻ്റെ സീസൺ 3 വരാൻ പോകുന്നു, ഇതിൻ്റെ പാതാൾ ലോകിൻ്റെ വന്നു, സീക്രട്ട് ഗെയിംസ് 2 വന്നു. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്ത്, ബ്ലാക്ക് വാറണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ ഞാൻ വിക്രമാദിത്യ മൊട്ട്വാനയുടെ വലിയ ഫാനായതുകൊണ്ട് ഞാനത് മുഴുവൻ ഇരുന്ന് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ വരുന്നില്ല. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ ഇർഷാദൊക്കെ പോലുള്ളൊരു വ്യക്തി മലയാള സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് സെൻട്രലായിട്ട് പ്രൊട്ടഗണിസ്റ്റായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടി അവിടെ ഓപ്പൺ ആവും, എനിക്ക് ഓപ്പൺ ആവും. അങ്ങനെ ഒരുപാട് കഴിവുറ്റ് വലിയ നല്ല മുടുമുടുക്കം നടന്മാരുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ എന്താണ് ഓപ്പൺ ആവുക ചോദിച്ചാൽ ഇന്നും കൺഫ്യൂസ്ഡാണ് ഞാൻ. ഇപ്പോൾ അടുത്ത കാലത്ത് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് വേണ്ടി രക്ഷിത് ഷെട്ടി അവരൊക്കെ പറഞ്ഞു കേട്ടു, ഇൻ്റർവ്യൂ ഞാൻ വായിച്ചതാണ്. കാരണം അവർ സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അവർ വെബ് സീരീസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട്. വായിച്ചോന്നറിയില്ല. രക്ഷിത് ഷെട്ടി, രാജ്ബി ഷെട്ടി ഗ്രൂപ്പിൽ ആരും എനിക്ക് ഓർമ്മയില്ല. ഇവരുടെ പേരുകളെല്ലാം ഒന്ന് തന്നെയാണല്ലോ, ഋഷഭ്, രക്ഷിത്, രാജ്ബി ഷെട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ തുടക്കമൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോൾ അരികെ പോലത്തുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടാണ്. അരികിനെ ഇപ്പോൾ ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ എന്താണ് ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? ഏത് ജോണറിൽ പെടുന്ന ഒരു സിനിമയാണെന്നുള്ള രീതിയിൽ ഒരാളുടെ യാത്ര എന്ന് പറയാം. ഒരു 3 കാലഘട്ടം വരുന്ന ഒരു 60 വർഷത്തോളം വരുന്ന ഒരാളുടെ യാത്ര തുടങ്ങി അയാളുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയിലെത്തി അതിനടുത്ത തലമുറയിലോട്ട് പോകും. കുടുംബത്തിന്റെ കഥയിലൂടെയാണ് സിനിമ പോകുന്നത്. അയാളുടെ തീർച്ചയായിട്ടും അയാളുടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ സാമൂഹിക അവസ്ഥ കറക്റ്റ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ കോരൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് സമൂഹം എങ്ങനെ മാറുന്നു എന്നുള്ളത് അങ്ങനെയാണ് നോക്കി കാണുന്നത്. കോരൻ്റെ മകനുണ്ട്, മകൻ്റെ മകൾ വളരുന്നുണ്ട്, ഒക്കെ കോരൻ കാണുന്നുണ്ട്. പക്ഷെ ഈ സമൂഹത്തിലുള്ള ഒരു കാര്യത്തിൽ മാത്രം മാറ്റം വരുന്നില്ലല്ലോ എന്നുള്ള ഒരു വ്യത കൂടി അത് ഈ കോരലിലൂടെ കാണിക്കുകയാണ്. റെപ്രസെന്റേഷൻ ഒക്കെ പറയുമ്പോൾ രാഷ്ട്രീയം ഒരു സബ് ലെയർ ആയിട്ട് വരുന്നുണ്ടോ? രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുമോ? പൊളിറ്റിക്കലാണ്, പക്ഷേ കക്ഷി രാഷ്ട്രീയം എന്ന് പറയാൻ അല്ല, കക്ഷി രാഷ്ട്രീയമല്ല. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവിധ ആശംസകളും. അരികെ സിനിമ ഫെബ്രുവരി 28 റിലീസാകുന്നുണ്ട്. അപ്രിസിയേഷൻ കിട്ടട്ടെ, വൈഡ്ലി അക്ലെയിംഡ് ആവട്ടെ, തിയേറ്ററിലും വലിയ വിജയം. അതെ, തിയേറ്ററിൽ വന്ന ആളുകൾ കാണട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ആളുകൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു ലൈറ്ററായിട്ടുള്ള ഒരു സിനിമയാണ്. വലിയ വിഷയമാണ് സംസാരിക്കുന്നതെങ്കിലും വളരെ ലളിതമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്വീകരിക്കപ്പെട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.